الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها اللهم إنا أعنا على ذكرك وشكرك وحسن عبادتك أما بعد മുസ്ലിമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അവന്റെ ദൈനംദിന ജീവിതത്തിൽ അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവന്റെ മര്യാദകളും അവന്റെ ഇടപാടുകളും അവന്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എന്നത്. ഇസ്ലാം ദീൻ ഈ കാര്യങ്ങളെല്ലാം അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ നിയോഗവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പറഞ്ഞതായി കാണാം, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമ വഫീ റിവായത്തിൻ സാലിഹൽ അഖ്ലാഖ്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ, വിശിഷ്ടമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും ഓരോ വിഭാഗം ആളുകളോടും അവരോടൊക്കെ എങ്ങനെയാണ് നാം അനുവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ വിശദമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മനുഷ്യരോടെന്നല്ല, മിണ്ടാപ്രാണികളായ മൃഗങ്ങളോട് പോലും, അവരോട് പോലും നമ്മൾ വർത്തിക്കേണ്ട രൂപം എങ്ങനെയാണ് എന്നും നമുക്ക് ഹദീസുകളിൽ വ്യക്തമായി കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദബ് മുറുകെ പിടിക്കുക, അതാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അദബുൽ മർഇ ഉൻവാനു സആദതിഹി വഫലാഹിഹി. ഒരു വ്യക്തിയുടെ മര്യാദ, അദബ്, അതാണ് അവന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെയും അവന്റെ സൗഭാഗ്യത്തിന്റെയും അടയാളം. അതാണ് വഖില്ലതു അദബിഹി ഉൻവാനു ശഖാവതിഹി വബവാരിഹി. എന്നാൽ അവന്റെ മര്യാദകേട്, അവന്റെ അദബില്ലായ്മ, അതാണ് അവന്റെ ദൗർഭാഗ്യത്തിന്റെ, അവന്റെ നാശത്തിന്റെ അടയാളം. അതാണ്. എന്നിട്ട് അവർ പറഞ്ഞതായി കാണാം, ഫമസ്തുജ്ലിബ ഖൈറുദ് ദുനിയ വൽ ആഖിറതി ബിമിസ്ലിൽ അദബ്. ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ അത് കൊണ്ടുവരാൻ, അത് നേടിയെടുക്കുവാൻ അദബിനെ പോലെ മറ്റൊരു കാര്യവുമില്ല. വലസ്തുജ്ലിബ ഹിർമാനുഹുമാ ബിമിസ്ലി ഖില്ലത്തിൽ അദബ്. അതുപോലെ തന്നെ ആ ഇരു ലോകത്തെയും, ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ തടയുന്ന, ആ സൗഭാഗ്യത്തെ, വിജയത്തെ തടുക്കുന്ന കാര്യമായി അദബില്ലായ്മയെ പോലെ മറ്റൊരു കാര്യവുമില്ല എന്ന് അവർ രേഖപ്പെടുത്തിയതായി കാണാം. 3 ആളുകളുടെ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. അവർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ശക്തമായ മഴയും കാറ്റും കോളിളക്കവും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അവരൊരു ഗുഹയിൽ കയറി അഭയം പ്രാപിച്ച ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഗുഹയിൽ കയറിയ സന്ദർഭത്തിൽ അവർ വിശ്രമിക്കുന്ന സമയത്ത് ഗുഹാമുഖത്തേക്ക് ഒരു പാറ വന്ന് അടയുകയും അവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധം അവരതിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അവരിൽ ഓരോ ആളുകളും അവർ ചെയ്ത നന്മകൾ, അവർ ചെയ്ത ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും അവരവിടെ നിന്ന് രക്ഷപ്പെട്ട സംഭവം അറിയാവുന്നതാണ്. അതിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുമായി അദ്ദേഹം അനുവർത്തിച്ച ആ മര്യാദ, ആ അദബ്, അത് മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത്. അദ്ദേഹം മാതാവിന് നൽകേണ്ട സ്ഥാനം കൊടുക്കുകയാണ്. തന്റെ മക്കളെക്കാൾ, തന്റെ ഭാര്യയേക്കാൾ തന്റെ ഉപ്പയെയും ഉമ്മയെയും പരിഗണിച്ചു എന്ന ആ സൽക്കർമ്മം, എന്ന അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഒരു മര്യാദ കാരണം, മാതാപിതാക്കളോടുള്ള ആ അദബ് കാരണം അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. മറ്റൊരു ചരിത്രവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ജുറൈജിന്റെ കഥ. ജുറൈജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ആബിദായിരുന്നു. അള്ളാഹുവിന് അങ്ങേയറ്റം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇബാദത്ത് ചെയ്യാനായി പ്രത്യേകം ഒരു മുറി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ധാരാളം സമയം ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ
ഒരു യുവാവായിരുന്നു ജുറൈജ് എന്ന് പറയുന്നത്. അങ്ങനെ ജുറൈജ് എന്ന വ്യക്തി അദ്ദേഹം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ സുന്നത്ത് നമസ്കരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ വിളിക്കുകയാണ്. പക്ഷേ അദ്ദേഹം നമസ്കാരത്തിൽ തന്നെ തുടരുകയാണ്. ഉമ്മയുടെ ആ വിളിക്ക് അദ്ദേഹം ഉത്തരം കൊടുത്തില്ല. അങ്ങനെ 3-4 തവണ ഇത് ആവർത്തിക്കുകയാണ്. അങ്ങനെ ഉമ്മ അദ്ദേഹത്തിനെതിരെ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. അങ്ങനെ അതാ അദ്ദേഹത്തിന്റെ ആ ആരാധനാ മുറി, അവിടെയുള്ള നാട്ടുകാർ അത് തകർക്കുന്ന അവസ്ഥയിലേക്ക്, അതുപോലെ അദ്ദേഹത്തിന്റെ പേരിൽ വ്യഭിചാരം ആരോപിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ അദ്ദേഹത്തിന് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹം ഉമ്മയോട് കാണിച്ച ഒരു അദബില്ലായ്മയുടെ പേരിൽ അദ്ദേഹം നേരിട്ട പ്രയാസങ്ങൾ എത്രയാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തിയതായി കാണാം, അദബാണ്, അദബോടുകൂടി നീ പെരുമാറുകയാണെങ്കിൽ അത് നിന്റെ വിജയത്തിന്റെ അടയാളമാണ്. നീ വിജയിച്ചു അതിന്റെ ഒരു അടയാളമായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ് അദബ് എന്ന് പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ അദബു ഹുവ ദീനു കുല്ലുഹു. അദബ് എന്നത് അത് തന്നെയാണ് ദീൻ മുഴുവനായും അദബാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഔറത്ത് മറക്കുക എന്നുള്ളത് അത് അദബിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുക, അതും അദബിൽപ്പെട്ട കാര്യമാണ്. ജനാബത്തായാൽ അതിൽ നിന്ന് നിർബന്ധമായും കുളിക്കുക എന്നുള്ളത് അതും അദബിൽപ്പെട്ട കാര്യമാണ്. മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധി വരുത്തുക, അതും അദബിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെ ശുദ്ധിയായി അള്ളാഹുവിന്റെ മുൻപിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുക, ഇതെല്ലാം അദബിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദീൻ എന്ന് പറയുന്നത് തന്നെ മുഴുവനായും അദബാണ് എന്ന കാര്യം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ, ദീനിന്റെ മര്യാദകൾ, ദീനിന്റെ സംസ്കാരങ്ങൾ, ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒട്ടനവധി സ്വഭാവങ്ങളുണ്ട്. അതെല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ നാം ഓരോരുത്തരും താല്പര്യം കാണിക്കേണ്ടതുണ്ട്. അമ്പിയാക്കന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയവേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കാണാം, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി. അവർ തന്റെ ആളുകളോട്, തന്റെ അഹ്ലിനോട്, കുടുംബക്കാരോട് നമസ്കാരവും സകാത്തും അവർ കൽപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നീ നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക, അതുപോലെ ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ക്ഷമാപൂർവം നീ നിലകൊള്ളുകയും ചെയ്യുക. അതുകൊണ്ട് കുടുംബത്തെ ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ കാര്യങ്ങൾ അവരോട് കൽപ്പിക്കുകയും ആ മര്യാദകൾ അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, നിങ്ങളുടെ മക്കൾ അവർ 7 വയസ്സായാൽ നിങ്ങൾ അവരോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതിന്റെ മര്യാദകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അദബ് ഉള്ളവരാവുക, ആ അദബിലേക്ക് നമ്മെ താല്പര്യപ്പെടുത്തുന്ന, ആ അദബ് ഉള്ളവരാകുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് അടുത്തതായി സൂചിപ്പിക്കുന്നത്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ. നാം ഓരോരുത്തരെയുമാണ് അല്ലാഹു വിളിക്കുന്നത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, അല്ലിമൂഹും വഅദ്ദിബൂഹും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക, ദീനിന്റെ വിജ്ഞാനങ്ങൾ, അതുപോലെ തന്നെ അദബുകൾ, മര്യാദകൾ, സ്വഭാവങ്ങൾ അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നരകത്തിൽ നിന്നും സംരക്ഷണം ഒരുക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. മുൻഗാമികൾ, പണ്ഡിതന്മാർ ധാരാളം ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഒരു വ്യക്തിയോട് പറയുകയുണ്ടായി, അദ്ദിബ് ഇബ്നക, നീ നിന്റെ മകന് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം, അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ഫഇന്നക മസ്ഊലുൻ അൻ വലദിക മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. നിന്റെ മകനെ കുറിച്ച്, നിന്റെ കുട്ടിയെ കുറിച്ച് നാളെ പരലോകത്ത് നിന്നോട് ചോദ്യമുണ്ട്. നീ അവന് എന്ത് മര്യാദയാണ് അവന് പഠിപ്പിച്ചു കൊടുത്തത്, നീ എന്ത് വിജ്ഞാനമാണ് നീ അവന് പകർന്നു കൊടുത്തത്. അതുപോലെ തന്നെ വഇന്നഹു മസ്ഊലുൻ അൻ ബിർരിക വതവാഇയതിഹി ലക. അതുപോലെ നിന്റെ മകനോടും ചോദ്യമുണ്ട്. നിന്റെ മകൻ നിന്നെ അനുസരിച്ചിട്ടുണ്ടോ, നിനക്ക് നന്മ ചെയ്തിട്ടുണ്ടോ എന്ന വിഷയത്തിൽ അവനോടും ചോദ്യമുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിക്ക് ഉപദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് മക്കളെ അദബിലായി വളർത്തുക എന്നുള്ളത് അത് ഒരു പിതാവിന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. മഹാനായ സുഫ്യാൻ അസ്സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, കാന യുഖാലു, ഇപ്രകാരം പറയപ്പെടാറുണ്ട്,
ഹുസ്നുൽ അദബി യുത്ഫിഉ ഗളബർ റബ്ബി അസ്സ വജൽ. നല്ല സ്വഭാവങ്ങൾ, നല്ല അദബുകൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തെ അത് കെടുത്തിക്കളയുന്നതാണ്. അഥവാ ഒരാളുടെ സ്വഭാവവും അയാളുടെ പെരുമാറ്റവും അയാളുടെ ഇടപാടുകളും ഒക്കെ നന്നാകുമ്പോൾ അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല പ്രവർത്തനങ്ങളിലേക്ക്, നല്ല മര്യാദകളിലേക്ക് നാം ഓരോരുത്തരും താല്പര്യം കാണിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, കാദൽ അദബു അൻ യകൂന സുലുസൈദ്ദീൻ. നമ്മുടെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും അദബ് തന്നെയാണ്. അത്രത്തോളം പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അപ്രകാരം പറഞ്ഞിട്ടുള്ളത്. മറ്റൊരിക്കൽ ഒരു പണ്ഡിതൻ പറഞ്ഞതായി കാണാം, അൽ അഖ്ലു ബിലാ അദബിൻ കശ്ശജരിൽ ആഖിർ. ബുദ്ധിയുള്ള ഒരാൾ, അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ അയാൾക്ക് അദബില്ല. അങ്ങനെ ബുദ്ധിയുള്ള അദബില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ ഉപമ എങ്ങനെയാണ്? ഫലങ്ങളൊന്നും കായ്ക്കാത്ത ഫലശൂന്യമായ ഒരു മരത്തെ പോലെയാണ്. വമഅൽ അദബി കശ്ശജരിൽ മുസ്മിർ. എന്നാൽ ബുദ്ധിയുള്ള ഒരാൾക്ക് അതോടൊപ്പം അവന് നല്ല അദബുമുണ്ടെങ്കിൽ, നല്ല മര്യാദയുണ്ടെങ്കിൽ അത് ധാരാളം ഫലങ്ങൾ നിറഞ്ഞ ഒരു മരത്തെ പോലെയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം അൽ ഖറാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇഅ്ലം അന്ന ഖലീലൽ അദബി ഖൈറുൻ മിൻ കസീരിൻ മിനൽ അമൽ. കുറച്ച് അദബാണ് ധാരാളം അമലുകൾ ചെയ്യുന്നതിനേക്കാൾ ഖൈറെന്ന് നീ മനസ്സിലാക്കുക. അഥവാ കുറച്ച് അദബുണ്ടായിരിക്കെ നിന്റെ അമലുകൾ കുറഞ്ഞാലും അതാണ് ഇതിനേക്കാൾ ഉത്തമം. നീ അദബില്ലാതെ കുറെ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്ന് നീ മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഖാല അർറജുലു സ്സാലിഹു ലിബ്നിഹി. സ്വാലിഹായ ഒരു വ്യക്തി അദ്ദേഹം തന്റെ മകന് ഒരു ഉപദേശം കൊടുക്കുകയാണ്. യാ ബുനയ്യ, മകനെ വിളിക്കുകയാണ്, എന്റെ കുഞ്ഞു മകനെ, ഇജ്അൽ അമലക മിൽഹൻ വഅദബക ദഖീഖൻ. നീ നിന്റെ കർമ്മങ്ങളെ ഉപ്പ് പോലെയും അതുപോലെ നിന്റെ അമലുകളെ ഒരു മാവ് പോലെയും ആക്കുക. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് മാവാണ് കൂടുതൽ ഉണ്ടാവുക, മാവിലേക്ക് അല്പം മാത്രമാണ് ഉപ്പ് ചേർക്കാറുള്ളത്. അപ്പോൾ അമലുകൾ അത് ഉപ്പിന്റെ സ്ഥാനത്താണ്, അദബോ അത് മാവിന്റെ സ്ഥാനത്താണ്. അഥവാ നീ അദബായിരിക്കണം നിന്നിൽ കൂടുതലായി ഉണ്ടാകേണ്ടത്. കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ നീ മര്യാദകൾ അധികരിപ്പിക്കുക. കാരണം അദബിന്റെ പ്രയോജനം അത് അങ്ങേയറ്റം വിലപ്പെട്ടതാണ് എന്ന് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകന് ഉപദേശം കൊടുത്തതായി കാണാം. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ പറയപ്പെടാറുണ്ട്, മൻ അദ്ദബ ഇബ്നഹു സഗീറൻ ഖററത് ഐനുഹു കബീറ. ആരാണോ തന്റെ മകനെ ചെറുപ്രായത്തിൽ നല്ല മര്യാദകൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നത്, അവൻ വളർന്ന് വലുതാകുന്നത് കാണുമ്പോൾ ആ പിതാവിന് അതൊരു സന്തോഷമുണ്ടാക്കുന്ന, കൺകുളിർമയുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇത്തരത്തിൽ ധാരാളം ഉദ്ധരണികൾ സലഫുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇമാം ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം താബിഇയാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം, കാനൂ യതഅല്ലമൂനൽ ഹദിയ കമാ യതഅല്ലമൂനൽ ഇൽം. സഹാബികൾ, താബിഈങ്ങൾ അവർ അറിവ് പഠിക്കുന്നത് പോലെ, ഇൽമു പഠിക്കുന്നത് പോലെ അവർ ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികളും സ്വഭാവങ്ങളും മര്യാദകളും ഒക്കെ പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇൽമു പഠിക്കുന്ന അതേ പ്രാധാന്യം ഇത്തരത്തിൽ അദബ് പഠിക്കുന്ന വിഷയത്തിലും നാം നൽകേണ്ടതുണ്ട് എന്ന പാഠമാണ് താബിഈങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത്. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇൻ കാന അർറജുലു ലയഖ്റുജു ഫീ അദബിൻ യക്സിബുഹു അസ്സിനീന സുമ്മ അസ്സിനീൻ. ഒരു മനുഷ്യൻ അയാൾ ഒരു അദബ് പഠിക്കുന്നതിന് വേണ്ടി, ഒരു സ്വഭാവം, ഒരു മര്യാദ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി വർഷങ്ങളോളം അദ്ദേഹം യാത്ര ചെയ്യാറുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. കാരണം അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് മുൻഗാമികൾ അദബിനെ കണ്ടിരുന്നത് എന്ന കാര്യമാണ്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മീസാനുൽ അക്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ അളവുകോൽ. എന്നിട്ട് പറയുകയാണ്, വഅലൈഹി തുഅറബുൽ അശ്യാഉ. ആ റസൂലിലേക്കാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തട്ടിച്ചു നോക്കേണ്ടത്. അലാ ഖുൽഖിഹി വസിറതിഹി വഹദിഹി. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിത രീതിയും അതൊക്കെ റസൂലുമായിട്ടാണ് നമ്മൾ തട്ടിച്ചു നോക്കേണ്ടത്. ആ റസൂലാണ് നമ്മുടെ അളവുകോൽ. ഫമാ വാഫഖഹ ഫഹുവൽ ഹഖ് വമാ ഖാലഫഹ ഫഹുവൽ ബാതിൽ. ആ റസൂലിന്റെ ചര്യയുമായി യോജിക്കുന്നത് ഏതാണോ അതാണ് സത്യം. ആ റസൂലിന്റെ ചര്യയോട് വിയോജിക്കുന്ന കാര്യങ്ങൾ അത് ബാതിലാണ് എന്ന് ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ, ചില ആളുകൾ അവരുടെ മക്കൾക്ക് നൽകിയ ഉപദേശമാണ്, യാ ബുനയ്യ, മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, لأن تتعلم بابا من الأدب أحب إلي من أن تتعلم 70 بابا من أبواب العلم. എന്റെ പ്രിയപ്പെട്ട മകനെ,
നീ അദബിൽ നിന്ന്, മര്യാദയിൽ നിന്ന്, സ്വഭാവങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് ഒരു അധ്യായം പഠിക്കുന്നതാണ് മറ്റുള്ള വിഷയത്തിൽ, മറ്റുള്ള വിജ്ഞാനങ്ങളിൽ നിന്ന് 70 അധ്യായങ്ങൾ, 70ഓളം ബാബുകൾ പഠിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമായിട്ടുള്ളത് എന്ന് തന്റെ മക്കൾക്ക് ഉപദേശം നൽകിയതായി കാണാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം ഷാഫിഈയോട് ചില ആളുകൾ ചോദിക്കുകയാണ്, കൈഫ ശഹ്വതുക ലിൽ അദബ്. ഇമാം ഷാഫിഈയോട് ചോദിക്കുന്നു, അദബിനോടുള്ള അഥവാ ഇത്തരത്തിലുള്ള മര്യാദകൾ, സൽസ്വഭാവങ്ങൾ, അതിനോടുള്ള താങ്കളുടെ ആഗ്രഹം അതെങ്ങനെയാണ്? അദ്ദേഹം പറയുകയാണ്, അസ്മഉ ബിൽ ഹർഫി മിൻഹു മിമ്മാ ലം അസ്മഉഹു ഫതവദ്ദു അഅദാഇ അന്ന ലഹാ അസ്മാഅൻ തതനഅമു ബിഹി. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്നുവരെ കേൾക്കാത്ത, ഞാൻ ഇന്നുവരെ എന്റെ കാതുകൊണ്ട് ശ്രവിക്കാത്ത ഒരു അദബിനെ കുറിച്ച് ഞാൻ കേൾക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും കേൾക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. അങ്ങനെ എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ആ അദബിനെ കുറിച്ച് കേൾക്കുകയും ആ അദബിനെ കുറിച്ച് അത് കേട്ടാസ്വദിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ അങ്ങേയറ്റം കൊതിച്ചു പോവുകയാണ്, ആഗ്രഹിച്ചു പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, വകൈഫ തലബുക ലഹു, താങ്കൾ ആ അദബ് അതെങ്ങനെയാണ് താങ്കൾ അന്വേഷിക്കാറുള്ളത്? അത് തേടിയുള്ള അങ്ങയുടെ അന്വേഷണം അതെങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, തലബുൽ മർഅത്തിൽ മുദില്ലതി വലദഹ വലൈസ ലഹാ ഗൈറുഹു. അദ്ദേഹം പറയുകയാണ്, ഒരു സ്ത്രീ അവളുടെ നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയെ അന്വേഷിക്കുന്നത് പോലെ, അതുപോലെ ഞാൻ ഈ അദബ് അന്വേഷിച്ചുകൊണ്ട് നടക്കുമെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. മഹാനായ താബിഈ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, കാനൂ ഇദാ അതൗ الرجل ليأخذوا عنه نظروا إلى سمته وصلاته وإلى حاله. അദ്ദേഹം പറയുകയാണ്, മുൻഗാമികളായ ആളുകൾ അവർ ഒരാളുടെ അടുക്കൽ ഇൽമു സ്വീകരിക്കാൻ അയാളുടെ അടുക്കൽ ചെന്നാൽ ആദ്യം അവർ നിരീക്ഷിക്കുന്നത് എന്താണ്? അയാളുടെ പെരുമാറ്റവും അയാളുടെ നമസ്കാരവും അയാളുടെ അവസ്ഥയും അതിനെക്കുറിച്ചൊക്കെ ആദ്യം പരീക്ഷിക്കും, ആദ്യം നിരീക്ഷിക്കും. എന്നിട്ട് അതിനുശേഷം മാത്രമേ അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാറുള്ളൂ എന്ന് മഹാനായ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅദ്ദബു സുമ്മ തഅല്ലമു, നിങ്ങൾ ആദ്യം അദബ് പഠിക്കുക, അതിനുശേഷം നിങ്ങൾ വിജ്ഞാനം അന്വേഷിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ സലഫുകൾ, മുൻഗാമികൾ, അവർ അദബിന്റെ വിഷയം അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി കണ്ടവരാണ്. വളർന്നു വരുന്ന തലമുറയെ അദബിലായി കൊണ്ട് വളർത്തുവാൻ അങ്ങേയറ്റം പരിശ്രമിച്ചവരാണ് സലഫുകൾ. അവരുടെ ചരിത്രം വായിച്ചാൽ നമുക്കത് മനസ്സിലാകുന്ന കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അനുചരന്മാർ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അവർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് പോകാറുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോകാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഫയൻദുറൂന ഇലാ സംതിഹി വഹദിഹി വദല്ലിഹി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെരുമാറ്റവും സ്വഭാവവും അവിടുത്തെ നല്ല നല്ല ശീലങ്ങളും അതൊക്കെ കാണുന്നതിന്, വീക്ഷിക്കുന്നതിന് വേണ്ടി ഫയതശബ്ബഹൂന ബിഹി, എന്നിട്ട് അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പെരുമാറ്റം പോലെ, ആ മര്യാദ പോലെ, ആ നല്ല ശീലങ്ങൾ അത് പിന്തുടരുവാൻ, അതുപോലെ അനുകരിക്കുവാൻ അത് പരിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യാറുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു അബി ഉവൈസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, കാനത് ഉമ്മി തുൽബിസുനി സിയാബ വതുഅമ്മിമുനി വഅന സബിയുൻ. ഞാൻ ചെറിയ കുട്ടിയായിരിക്കെ എന്റെ ഉമ്മ എന്നെ രാവിലെ തന്നെ കുളിപ്പിച്ച് എന്നെ വസ്ത്രം അണിയിക്കുകയും അതുപോലെ എന്റെ തലയിൽ ഒരു തലപ്പാവ് അണിയിക്കുകയും ചെയ്യും. എന്നിട്ടോ വതുവജ്ജിഹുനി ഇലാ റബീഅത ബിൻ അബി അബ്ദുറഹ്മാൻ, എന്നിട്ട് പണ്ഡിതനായ, മദീനയിൽ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതനായിരുന്ന റബീഅത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന പണ്ഡിതന്റെ സദസ്സിലേക്ക് എന്നെ പറഞ്ഞയക്കുമായിരുന്നു. വതഖൂലു, എന്നിട്ട് എന്റെ ഉമ്മ എന്നോട് പറയും, യാ ബുനയ്യ, അല്ലയോ പൊന്നുമകനെ, ഈതി മജ്ലിസ റബീഅത, നീ റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് നീ പോവുക. ഫതഅല്ലം മിൻ സംതിഹി വഅദബിഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ മര്യാദയും അദ്ദേഹത്തിന്റെ സ്വഭാവവും അതൊക്കെ നീ പഠിക്കുക. ഖബല അൻ തതഅല്ലമ മിൻ ഹദീസിഹി വഫിഖ്ഹിഹി, അദ്ദേഹത്തിൽ നിന്ന് ഹദീസും ഫിഖ്ഹും ഒക്കെ പഠിക്കുന്നതിന് മുൻപായി അദ്ദേഹത്തിന്റെ സ്വഭാവവും മര്യാദയും നീ പഠിക്കുക എന്ന് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ളയോട് അദ്ദേഹത്തിന്റെ ഉമ്മ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മമാർ, അവർ ഈ ഉമ്മത്തിൽ വളർന്നു വരുന്ന മക്കൾ, അവരെ ചെറുപ്പം മുതലേ അദബിൽ വളർത്തിയെടുക്കുന്നതിൽ ഉമ്മമാർക്ക് വലിയ പങ്കാണുള്ളത്. നമ്മൾ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ, ഇമ്മത്തുകൾ, അവരുടെ ചരിത്രം വായിച്ചാൽ അതിന് പിന്നിൽ, അവർക്ക് പിന്നിൽ ഒരു ഉമ്മയുടെ കഥയുണ്ടാകും. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം യതീമായിക്കൊണ്ടാണ് വളർന്നത്. അദ്ദേഹത്തെ നോക്കിയത്, അദ്ദേഹത്തെ പള്ളി ദർസുകളിലേക്ക് അയച്ചത് അദ്ദേഹത്തിന്റെ ഉമ്മയാണ്.
ഇമാം മാലിക്കിന്റെയും അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെയും ഒക്കെ ചരിത്രത്തിൽ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിന് ധാരാളം ഹിദ്മത്തുകൾ, സേവനങ്ങൾ ചെയ്ത വലിയ വലിയ പണ്ഡിതന്മാർക്ക് പിന്നിൽ ഒരു ഉമ്മയുടെ ഉറക്കമൊഴിക്കൽ, ഒരു ഉമ്മയുടെ പ്രയത്നമുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, അവർക്ക് മക്കളുടെ തർബീയത്തിന്റെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ബാധ്യതയുണ്ട് എന്ന കാര്യം അവർ ഓർമ്മിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു വഹബ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ലദീ തഅല്ലംനാ മിൻ അദബി മാലികിൻ അക്സറു മിമ്മാ തഅല്ലംനാ മിൻ ഇൽമിഹി. ഇമാം മാലിക്കിന്റെ ഇൽമിനേക്കാൾ ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത് ഇമാം മാലിക്കിന്റെ അദബായിരുന്നു. അപ്പോൾ മുൻകാല പണ്ഡിതന്മാർ അവരുടെ സദസ്സുകളിലേക്ക് ആളുകൾ വരുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ വെറും ഇൽമു പഠിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് അവരുടെ അദബും അവരുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവങ്ങളും ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാരുടെ സദസ്സുകളിലേക്ക് ആളുകൾ ധാരാളമായി വരാറുണ്ടായിരുന്നു. മഹാനായ ഇബ്നു മുബാറക് റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ഖാലലി മഖ്ലദ് ഇബ്നുൽ ഹുസൈൻ, മഖ്ലദ് ഇബ്നു ഹുസൈൻ അവറുകൾ റഹിമഹുള്ള അവരെന്നോട് പറഞ്ഞു, നഹ്നു ഇലാ കസീരിൻ മിനൽ അദബി അഹ്വജു മിന്നാ ഇലാ കസീരിൻ മിനൽ ഹദീസ്. ഒരുപാട് ഹദീസുകൾ, ധാരാളം ഹദീസുകൾ അതിനേക്കാൾ കൂടുതലായി ധാരാളം മര്യാദകളും സ്വഭാവങ്ങളും അത് ശീലിക്കുന്നതിലേക്കാണ് നാം ആവശ്യക്കാരായിട്ടുള്ളത് എന്ന് മഖ്ലദ് ഇബ്നുൽ ഹുസൈൻ റഹിമഹുള്ള തന്നോട് പറഞ്ഞ കാര്യം ഇമാം ഇബ്നുൽ മുബാറക് റഹിമഹുള്ള ഉദ്ധരിക്കുകയാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് മറ്റൊരിക്കൽ പറഞ്ഞു, ത്വലബ്തുൽ അദബ 30 സനതൻ, ഞാൻ 30 വർഷം അദബ് പഠിക്കുകയുണ്ടായി. വത്വലബ്തുൽ ഇൽമ 20 സനതൻ, അതിനുശേഷം പിന്നീട് 20 കൊല്ലം ഇൽമു പഠിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കാനൂ യത്ലുബൂനൽ അദബ സുമ്മൽ ഇൽം. മുൻഗാമികളായ ആളുകൾ അവരാദ്യം പഠിച്ചിരുന്നത് അദബാണ്, മര്യാദകളായിരുന്നു, സ്വഭാവങ്ങളാണ്, പെരുമാറ്റങ്ങളാണ്. അതിനുശേഷമാണ് അവർ ദീനിന്റെ വിജ്ഞാനങ്ങൾ, ഇൽമ് അവർ തേടിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള, ഇമാമുസ് സുന്ന, അദ്ദേഹത്തിന്റെ സദസ്സിൽ പണ്ഡിതന്മാർ പറയുകയാണ്, 5000-ഓളം ആളുകൾ, അതല്ലെങ്കിൽ അതിലധികം ആളുകൾ അദ്ദേഹത്തിന്റെ സദസ്സിൽ പങ്കെടുക്കുമായിരുന്നു. അതിൽ 500 ആളുകൾ മാത്രമേ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ എഴുതിയെടുക്കാറുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ മര്യാദകളും ശീലങ്ങളും ആ നല്ല നല്ല കാര്യങ്ങളൊക്കെ അത് കണ്ട് പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർ സദസ്സുകളിൽ പങ്കെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നാം ഇത്രയും വായിച്ചത് സലഫുകൾ, മുൻഗാമികളായ ആളുകൾ, അവർ അദബിന് നൽകിയ പ്രാധാന്യവും അതിന്റെ മഹത്വവുമാണ്. ഇനിയും ധാരാളം വായിക്കാനുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മെ അറിയിക്കുന്ന കാര്യം എന്താണ്? അദബ് പഠിക്കണം. അതുപോലെ അദബ് പഠിക്കുന്നതിന് വേണ്ടി സമയങ്ങൾ മാറ്റിവെക്കണം. നമ്മുടെ മക്കൾ, ചെറിയ മക്കൾക്ക് അദബ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്രയും വായിച്ചതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ അദബ് നേടിയെടുക്കാൻ, അദബ് കരസ്ഥമാക്കാൻ നമ്മെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 8 പോയിന്റുകൾ, 8 കാര്യങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഒന്നാമത്തേത്, ചെറിയ മക്കളെ അവരെ കുട്ടിക്കാലം മുതലേ, ചെറുപ്രായം മുതൽ തന്നെ നല്ല മര്യാദകൾ പാലിക്കാൻ, നല്ല മര്യാദകൾ ശീലിക്കാൻ നമ്മൾ പഠിപ്പിക്കുക. ആ തർബിയത്തിലായിക്കൊണ്ട് നമ്മൾ അവരെ വളർത്തിയെടുക്കുക. അപ്പൊ നമ്മുടെ വീട്ടിൽ ചെറിയ മക്കൾ ഉണ്ടാകും. അവരാരുടെ കൂടെയാണ് പെരുമാറുന്നത്, അവരാരുടെ കൂടെയാണ് കളിക്കുന്നത്, അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ് നമ്മൾ പരിശോധിക്കണം. സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, അതുപോലെ തന്നെ അവരുടെ ചിന്തകൾ, അതിനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും. അവരാരുടെ കൂടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവരുടെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ല തർബിയത്ത് കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പറയുന്നു, ഖുർആനും സുന്നത്തും, ഖുർആനും ഹദീസും അത് പഠിക്കുക. അതിൽ വന്നിട്ടുള്ള ആദാബുകളുണ്ട്, ധാരാളം ആദാബുകളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക. അതിനു വേണ്ട വഴി എന്താണ്? ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ അദബിന്റെ വിഷയത്തിൽ പ്രത്യേകം എഴുതപ്പെട്ട കിതാബുകളുണ്ട്. ആ കിതാബുകൾ നമ്മൾ അറിവുള്ള ആളുകളെ കൊണ്ട് അത് വായിപ്പിക്കുക, അവരെ കൊണ്ട് അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേതായി പണ്ഡിതന്മാർ പറയുന്നു, അമ്പിയാക്കന്മാരുടെ, അതുപോലെ തന്നെ സഹാബത്തിന്റെ, മുൻകഴിഞ്ഞു പോയ സലഫുകളുടെ, പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ അത് വായിക്കുക. അവരുടെ ചരിത്രങ്ങൾ വായിക്കുന്നതോടൊപ്പം നമുക്ക് ധാരാളം അദബുകൾ നമുക്കതിൽ നിന്ന് ആർജിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അമ്പിയാക്കന്മാർ, അതുപോലെ തന്നെ സഹാബത്ത്, അവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയും അതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടവരാണ്. സലഫുകളുടെ ചരിത്രം, ഇമാമുകൾ, അവരുടെയൊക്കെ ചരിത്രങ്ങൾ ധാരാളം വോള്യങ്ങളായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ചരിത്രങ്ങൾ പഠിക്കുക, അത് വായിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുക. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത്, അദബ് മുറുകെ പിടിക്കാൻ ജനങ്ങളെ അത് ഉത്ബോധിപ്പിക്കുക. ഈ ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്ന
അധ്യാപകന്മാരും അതുപോലെ പ്രബോധകന്മാരായിട്ടുള്ള ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അഞ്ചാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പറയുന്നു, മര്യാദകൾ പാലിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിന് ധാരാളം പരിശ്രമം ആവശ്യമുള്ളതാണ്. നമ്മുടെ മനസ്സിനോട് നമ്മൾ അങ്ങേയറ്റം ജിഹാദിൽ ഏർപ്പെടേണ്ട മേഖലയാണിത്. അതുകൊണ്ട് തന്നെ മര്യാദകൾ അത് ശീലിക്കുന്നതിന്, അത് മുറുകെ പിടിക്കുന്നതിന് അങ്ങേയറ്റത്തെ മുജാഹദത്തുൻ നഫ്സ്, ഒരു പോരാട്ടം, മനസ്സിനോടൊരു പോരാട്ടം ഉണ്ടാകേണ്ടതുണ്ട്. ആറാമതായി അദബുകൾ പാലിക്കുന്ന ആളുകൾ അവർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാനിരിക്കുന്ന 10 അദബുകൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട 10 അദബുകളാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതെല്ലാം. പക്ഷേ അതിന് ലഭിക്കുന്ന ധാരാളം പ്രതിഫലങ്ങളുണ്ട്, നന്മകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. നന്മകൾ അറിഞ്ഞാൽ, പ്രതിഫലങ്ങൾ അറിഞ്ഞാൽ, നന്മയോട് താല്പര്യമുള്ള ആളുകൾ, നന്മയിലേക്ക് മനസ്സ് ചാന ആളുകൾ, അവർ അതൊരിക്കലും വിട്ടുകളയുകയില്ല. കാരണം അത്തരത്തിലുള്ള ആദാബുകൾ അതൊക്കെ അള്ളാഹുവിലേക്കും സ്വർഗത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്ന കാര്യമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നതാണ്. ഏഴാമതായി പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും എല്ലാ നന്മ ചെയ്യുവാനും അതിനുള്ള തൗഫീഖ് നൽകുന്നത് അത് അള്ളാഹുവാണ്. തൗഫീഖ് അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാകുന്നതിനായി, നമ്മുടെ പെരുമാറ്റങ്ങൾ അത് നല്ലതാകുന്നതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവരിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. എട്ടാമത്തെ മാർഗമായി പണ്ഡിതന്മാർ പറയുന്നു, സാലിഹീങ്ങളായ ആളുകൾ, അദബ് പാലിക്കുന്ന മര്യാദയുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുമായി കൂട്ടുകൂടുക. പള്ളിയുമായി ബന്ധമുള്ള, ദീനുമായി ബന്ധമുള്ള ആളുകൾ, അതുപോലെ ഇസ്ലാമിന്റെ ആദാബുകൾ പാലിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുമായിട്ടായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ടുകൾ. അതല്ലെങ്കിൽ നമ്മുടെ അദബുകൾ മുഴുവനായും തകർന്നു പോകുന്നതാണ്. അദബില്ലാത്ത, ഇസ്ലാമിന്റെ മര്യാദകളൊന്നും പാലിക്കാത്ത ആളുകളുമായി കൂട്ടുകൂടിയാൽ അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നമ്മളും ആയിത്തീരുന്നതാണ്. അതുകൊണ്ട് സാലിഹീങ്ങളുമായി നമ്മൾ കൂട്ടുകൂടാൻ പരിശ്രമിക്കുക. ഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. സാലിഹീങ്ങളായ ആളുകൾ, അത്തരത്തിലുള്ള ആളുകളോട് സാദൃശ്യപ്പെടുക എന്നത് തന്നെ അതൊരു വിജയമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇതാണ് അദബ് കരസ്ഥമാക്കാനുള്ള 8 മാർഗങ്ങൾ. അപ്പോൾ അദബ് പഠിക്കണം, അദബ് പഠിക്കുവാൻ നമ്മൾ മുന്നിട്ട് വരണം എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്താണ് അദബ് എന്ന കാര്യം? അതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഖാല ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുകയാണ്, അദബ് എന്ന് പറഞ്ഞാൽ ഇസ്തിഅമാലു മാ യുഹ്മദു ഖൗലൻ വഫിഅല, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും പ്രശംസനീയമായ നല്ല കാര്യങ്ങൾ അത് ശീലമാക്കുക, അത് പതിവാക്കുക. അതിനാണ് എന്ത് പറയുന്നത്? അദബ് എന്ന് പറയുന്നത്. വഹുവൽ അഖ്ദു ബിമകാരിമിൽ അഖ്ലാഖ്, നല്ല സൽഗുണങ്ങൾ, സൽസ്വഭാവങ്ങൾ, വിശിഷ്ടമായ സ്വഭാവങ്ങൾ അത് കൈക്കൊള്ളുക, അത് സ്വീകരിക്കുക. അതാണ് അദബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു ചില പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തുകയുണ്ടായി, അദബ് എന്ന് പറഞ്ഞാൽ മാ ഹുമിദ ശർഅൻ ഔ ഉർഫ, നമ്മുടെ ദീനിലോ അതല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടു നടപ്പിൽ ഈ 2 കാര്യങ്ങൾ അത് നമുക്ക് ഒരു കാര്യം നല്ലതാണ് എന്ന് അറിയിച്ചു നൽകുന്നുണ്ടെങ്കിൽ അത് അദബാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന് ദീന് നമ്മെ പഠിപ്പിക്കണം, ഇത് നല്ല കാര്യമാണ്. ദീനിൽ ഒരു കാര്യത്തെക്കുറിച്ച് അത് നല്ല കാര്യമാണ് എന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് അദബാണ്. അതല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിലുള്ള നാട്ടു നടപ്പ്, അതിന് ദീനിൽ പ്രത്യേകമായ വിലക്ക് വന്നിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും അതും അദബിന്റെ പരിധിയിൽ പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ അൽ അഖ്ദു ബിമകാരിമിൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങൾ അത് സ്വീകരിക്കുക, അത് ഉൾക്കൊള്ളുക, അത് മുറുകെ പിടിക്കുക എന്നതാണ് അദബിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ സൽസ്വഭാവത്തിനും നമ്മുടെ സ്വഭാവങ്ങൾക്കും അദബിനും അവ രണ്ടും തമ്മിൽ അമേദ്യമായ ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൽസ്വഭാവം ഉണ്ടായിരിക്കേണ്ടതിന്റെ, നമ്മുടെ സ്വഭാവം നന്നാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അയാൾ നല്ല സ്വഭാവം മുറുകെ പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മോശമായ സ്വഭാവങ്ങളെല്ലാം അയാൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവനാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൽസ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങൾ മുറുകെ പിടിക്കണമെന്ന് കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ ധാരാളം മോശമായ സ്വഭാവങ്ങളിൽ അതിൽ നിന്ന് വിലക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി അവൻ ഇത്തരത്തിൽ നല്ല സ്വഭാവങ്ങൾ മുറുകെ പിടിക്കുകയും മോശമായ സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കുന്നവനുമാണെങ്കിൽ അവൻ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചവനാണ്. അതാണ് സൽസ്വഭാവം മുറുകെ പിടിക്കേണ്ടതിന്റെ ഒന്നാമത്തെ പ്രാധാന്യം. അതാണ് ആ സൽസ്വഭാവം ഉള്ളവൻ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നത് എന്താണ്?
അൽ അദിൽ, നീതിയാണ്. നീതിയോടുകൂടി വർത്തിക്കുവാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ വൽ ഇഹ്സാൻ, നന്മ ചെയ്യുവാനാണ്. വ ഈതാഇ ദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ള ആളുകൾ അവർക്ക് നന്മ ചെയ്യുക, സഹായം ചെയ്യുക. ഇതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന കാര്യങ്ങൾ. അതേപോലെയോ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കുന്നതാകട്ടെ നീചമായ, അതുപോലെ ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നും, ഒരാളോട് അതിക്രമം ചെയ്യുക, ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിലക്കുകയും ചെയ്യുകയാണ്. ഈ ആയത്തിൽ നോക്കൂ, സൽ സ്വഭാവവുമുണ്ട്, അതുപോലെ മോശമായ സ്വഭാവത്തെ വിലക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയുന്ന ഒട്ടനവധി ആയത്തുകളുണ്ട്. അള്ളാഹു വിലക്കിയ എത്രയോ സ്വഭാവങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കാൻ പാടില്ല. അള്ളാഹു വിലക്കുകയാണ്, അത് മോശമായ സ്വഭാവമാണ്. അതുപോലെ തന്നെ വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കാൻ പാടില്ല. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ പരസ്പരം അന്യോന്യം കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ചുകൊണ്ട് പരസ്പരം അപമാനിക്കാൻ പാടില്ല. ധാരാളം കാര്യങ്ങൾ അള്ളാഹു വിലക്കുകയാണ്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനദ്ദൻ, നിങ്ങൾ ഊഹമായ കാര്യങ്ങളിൽ നിങ്ങൾ മിക്കതും അത് നിങ്ങൾ വെടിയുക. ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ, കാരണം ഊഹങ്ങളിൽ ചിലത് അത് കുറ്റമാണ്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി ചെയ്യാൻ പാടില്ല. വലാ യഗ്തബ് ബഅദുകും ബഅദ, ഒരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല. അള്ളാഹു വിലക്കുകയാണ്. ഇങ്ങനെ ധാരാളം സ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതായി കാണാം. മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് പറഞ്ഞതിനെ തൊട്ടുടനെ അള്ളാഹു പറയുകയാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, മാതാപിതാക്കളിൽ ഒരാളോ അതല്ല അവർ രണ്ടുപേരും നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ അവരോട് ഉഫിൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഛേ എന്നാണ് അർത്ഥം പറയാറുള്ളത്. അതിന്റെ ശരിയായ അർത്ഥം എന്താണ്? അനിഷ്ടത്തിന്റെ, നമുക്ക് ഇഷ്ടമില്ലായ്മയുടെ ഏറ്റവും നിസ്സാരമായ ഒരു വാക്ക് അതുപോലും മാതാപിതാക്കളോട് പറയാൻ പാടില്ല എന്നാണ്. അതിന് മലയാളത്തിൽ നമ്മൾ ഛേ എന്ന് പറയും. നമുക്കൊരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഛേ എന്ന് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അനിഷ്ടത്തിന്റെ, ഇഷ്ടക്കേടിന്റെ, പൊരുത്തമില്ലായ്മയുടെ ഒരു വാക്ക് പോലും നീ പറയാൻ പാടില്ല. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മറിച്ച് മാന്യമായ വാക്കുകളാണ് അവരോട് പറയേണ്ടത്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയാൻ പാടില്ല, കാരണം നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നത് നാമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വലാ തഖ്റബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകാൻ പാടില്ല. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു പവിത്രത നൽകിയിട്ടുള്ള, അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള ജീവനുകളെ, നഫ്സുകളെ, അതിനെ ന്യായപ്രകാരമല്ലാതെ നിങ്ങൾ അതിനെ വധിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. ഇത്തരത്തിൽ അള്ളാഹു വിലക്കിയ എത്രയോ സ്വഭാവങ്ങളുണ്ട്, മോശമായ സ്വഭാവങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞത്? കാന ഖുൽഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പോൾ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ച എല്ലാ നല്ല സ്വഭാവങ്ങളും അത് പൂർണ്ണമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. ഖുർആനിൽ അള്ളാഹു വിലക്കിയ മോശമായ സ്വഭാവങ്ങളുണ്ട്, അതിലൊന്നുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലില്ല. അതുകൊണ്ടാണ് റസൂലിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഖുർആനായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറയുകയുണ്ടായി, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും, അതുപോലെ നീ എപ്പോൾ ആയിരുന്നാലും. രണ്ട് അർത്ഥവും ഇതിനുണ്ട്. നീ ഏത് സ്ഥലത്തായിരുന്നാലും, നീ ഏത് സമയത്തായിരുന്നാലും. വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ, നീ ഒരു തിന്മ ചെയ്തു പോയാൽ ആ തിന്മക്ക് തൊട്ടുപിറകെ നീ നന്മ ചെയ്യുക. കാരണം എന്താണ്? നന്മ അത് തിന്മയെ മായ്ച്ചു കളയുന്നതാണ്, ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് റസൂൽ മൂന്നാമതായി ഉപദേശം കൊടുക്കുകയാണ്. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ ജനങ്ങളോട് നല്ല നിലയിൽ, നല്ല സൽസ്വഭാവത്തോടുകൂടി, വിശിഷ്ടമായ ഉത്കൃഷ്ടമായ പെരുമാറ്റത്തോടുകൂടി, സ്വഭാവത്തോടുകൂടി നീ അവരോട് വർത്തിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉപദേശം നൽകിയതായി കാണാം. അതുകൊണ്ട് സൽസ്വഭാവം മുറുകെ പിടിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ ശിരസാവഹിച്ചവരാണ്, അത് നെഞ്ചിലേറ്റിയവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് സൽസ്വഭാവത്തിന്റെ ഒന്നാമത്തെ മഹത്വം. അതാണ്. രണ്ടാമത്തേതായി പണ്ഡിതന്മാർ പറയുന്നു, സൽസ്വഭാവം എന്നത്
അത് മുസ്ലിമായ ഒരു വ്യക്തിയുടെ അവന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനമാണ്. അതിന്റെ അടിസ്ഥാന തൂണുകളിൽപ്പെട്ട ഒരു കാര്യമാണ് അവന്റെ സ്വഭാവം എന്നത്. കാരണം മനുഷ്യൻ എന്നത് അവന്റെ ബാഹ്യമായ രൂപങ്ങൾ മാത്രമല്ല, മറിച്ച് ആന്തരികമായ രൂപവുമുണ്ട്. അപ്പോൾ ബാഹിറും ബാത്തിനും, അവന്റെ ആന്തരികവും ബാഹ്യവുമായ രൂപങ്ങൾ, അത് രണ്ടും ശരിയാകുന്ന സന്ദർഭത്തിലാണ് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം അത് ശരിയായി നിലകൊള്ളുന്നത്. അപ്പോൾ മനുഷ്യന്റെ സ്വഭാവം എന്നത് അത് അവന്റെ ആന്തരിക രൂപത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അതിന്റെ സ്ഥാനം എവിടെയാണ്? അത് ഹൃദയമാണ്, അത് കൽബാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം അത് നമ്മൾ അളന്നു നോക്കേണ്ടത് എങ്ങനെയാണ്? അവന്റെ നീളമോ അവന്റെ വലിപ്പമോ അവന്റെ ഭംഗിയോ അവന്റെ സമ്പത്തോ ഒന്നുമല്ല, മറിച്ച് അവന്റെ സ്വഭാവവും ആ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന അവന്റെ പ്രവർത്തനങ്ങളും, അതാണ് നമ്മൾ അളന്നു നോക്കേണ്ടത്. മുസ്ലിമായ ഒരു വ്യക്തിയുടെ അവന്റെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് അവന്റെ സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദികും വഇലാ സുവരികും. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ബാഹ്യമായ രൂപങ്ങളിലേക്കോ ശരീരപ്രകൃതങ്ങളിലേക്കോ അല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅഅമാലികും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത് എന്നതിലേക്കുള്ള സൂചനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നൽകുന്നത്. മൂന്നാമത്തെ ശ്രേഷ്ഠതയായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈമാൻ, നമ്മുടെ വിശ്വാസവും നമ്മുടെ അഖീദയും നമ്മുടെ സ്വഭാവവുമായി വളരെ അമേദ്യമായ ബന്ധമുണ്ട്. ഖുർആനിൽ നമ്മൾ ഖുർആൻ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ഇത് ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാം, വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും. അപ്പോൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് അത് ഈമാനിന്റെ കൂടെയാണ് അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈമാനും സൽക്കർമ്മങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ആ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ആ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അതിന്റെ നെടുന്തൂണാണ് സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്വഭാവവും തമ്മിൽ വളരെ അധികം ബന്ധമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ അഖീദതു ദൂന ഖുലുഖിൻ ശജറത്തുൻ ലാ ദില്ല ലഹാ വലാ സമറ. ഒരാൾക്ക് അയാളുടെ വിശ്വാസമുണ്ട്, പക്ഷേ അവന് നല്ല സ്വഭാവങ്ങളില്ല എങ്കിൽ അവൻ എങ്ങനെയാണ് ഒരു മരം, ആ മരത്തിന് അതിന് നിഴലുകളോ അതിന് തണലുകളോ അതുപോലെ ഫലങ്ങളോ ഇല്ലാത്ത ഒരു മരം പോലെയാണ് അത് എന്ന് അവർ ഉപമിച്ചതായി കാണാം. അതുപോലെ തന്നെ നമ്മുടെ ദീനുമായി ശരീഅത്തുമായി നമ്മുടെ സ്വഭാവത്തിന് അങ്ങേയറ്റത്തെ ബന്ധമുണ്ട്. നമ്മുടെ ദീൻ, നമ്മുടെ ശരീഅത്ത് എന്ന് പറയുന്നത് അത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്നാമത്തേത് ഇബാദാത്ത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. രണ്ടാമത്തേത് അൽ മുആമലാത്ത്, നമ്മുടെ ഇടപാടുകൾ. നമ്മൾ ചെയ്യുന്ന വാങ്ങുന്നു വിൽക്കുന്നു അതുപോലെയുള്ള ഇടപാടുകളാണ്. ഈ ഇടപാടുകൾ അത് മുഴുവനും ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മുടെ ശരീഅത്തിൽ മുആമലാത്തുകൾ മുഴുവൻ അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇബാദത്തുകളും. മുസ്ലിമായ ഒരു വ്യക്തി അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ അത് അതിന്റെ രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ അവൻ നിർവഹിക്കുകയാണെങ്കിൽ ആ ഇബാദത്തുകൾ കാരണമായി അവനിൽ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരത്തെ കുറിച്ച് പറയവേ അല്ലാഹു പറഞ്ഞു, വഅഖിമിസ് സ്വലാ, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കാരണം നമസ്കാരം എന്നത് അത് നീചവൃത്തിയിൽ നിന്നും അതുപോലെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും നമ്മെ തടയുന്നു. അപ്പോൾ അയാൾ നന്നായി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നമസ്കാരം അതിന്റെ പൂർണ്ണമായ രീതിയിൽ അത് നിർവഹിക്കുന്നുവെങ്കിൽ അതവനെ നല്ല സ്വഭാവത്തിലേക്ക് അവനെ നയിക്കുന്നതാണ്. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആ ഇബാദത്ത് അവനെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇബാദത്തും നമ്മുടെ സ്വഭാവവും അത് തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. സക്കാത്തിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. സക്കാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്തിനു വേണ്ടിയാണ് സ്വീകരിക്കുന്നത്? തുതഹിറുഹും, ആ സക്കാത്ത് അവരെ ശുദ്ധീകരിക്കുന്നതാണ്. അവരുടെ തിന്മയിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കും. അതുപോലെ അവരുടെ സമ്പത്തിനെ അത് ശുദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ വതുസക്കീഹിം, അവരെ അത് സംസ്കരിക്കുകയും ചെയ്യും. അപ്പോൾ സക്കാത്ത് അത് നല്ല രീതിയിൽ നൽകുക എന്നുള്ളത് അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന കാര്യമാണ്. നോമ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താണ്? ലഅല്ലകും തത്തഖൂൻ. എന്തിനു വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. തഖ്വ എന്ന് പറഞ്ഞാൽ
അള്ളാഹു ഹറാമാക്കിയത് മുഴുവനായും ഉപേക്ഷിക്കുക. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് മുഴുവനായും ജീവിതത്തിൽ കൊണ്ടുവരിക. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ നോമ്പെന്ന് പറയുന്ന ഇബാദത്ത് നമ്മൾ അതിന്റെ രൂപത്തിൽ നിർവഹിച്ചാൽ നമുക്ക് തഖ്വ ലഭിക്കും. അതിന്റെ അർത്ഥം നമ്മുടെ സ്വഭാവങ്ങൾ അത് ശുദ്ധീകരിക്കപ്പെടും, ആ സ്വഭാവങ്ങൾ നേരെയാകും. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് വേറിട്ട് നിൽക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ സ്വഭാവവും അതുപോലെ തന്നെ ഇബാദത്തുകളും തമ്മിൽ, ദീനും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഭാവത്തെ നന്നാക്കുവാൻ, അതിനെ പരിശുദ്ധിപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവം നന്നാക്കേണ്ടതിന്റെ 4ാമത്തെ പ്രാധാന്യമായി പണ്ഡിതന്മാർ പറയുകയാണ്, നമ്മുടെ ദീനിലേക്കുള്ള പ്രബോധനവും ദഅവത്തും നമ്മുടെ സ്വഭാവവും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. വിശ്വാസകാര്യങ്ങൾ, അഖീദയൊക്കെ ശരിയായിരിക്കും, അതുപോലെ തന്നെ സുന്നത്തൊക്കെ മുറുകെ പിടിച്ച ആളുകളായിരിക്കും, അതിൽ കണിശത പുലർത്തുന്ന ആളുകളായിരിക്കും. പക്ഷേ അവന്റെ സ്വഭാവത്തിൽ അവൻ അങ്ങേയറ്റം പിറകിലാണ്. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ, അവരോടുള്ള ഇടപാടുകളിൽ അത് മോശമാണെങ്കിൽ നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങൾ ദീനിലേക്ക് കടന്നു വരാനുള്ള മാർഗം, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദീനിലേക്ക് അവർ ആകൃഷ്ടരാകാനുള്ള കാരണം എന്താണ്? അത് ഖുർആനും സുന്നത്തും കേട്ടുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഈ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾ, ആ ദീനിന്റെ വക്താക്കൾ, അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും കണ്ട് ധാരാളം ആളുകൾ ദീനിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിച്ചാൽ നമുക്കിത് മനസ്സിലാകുന്നതാണ്. നബിയുടെ നല്ല നല്ല സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നബിയാകുന്നതിന് മുൻപ് തന്നെ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിച്ചതിന് ശേഷം മക്കയിലെ സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ അത് വിശ്വസിക്കും. കാരണം മാ ജറബ്നാ അലൈക കദിബൻ, റസൂലെ താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് കളവ് അത് പരിചയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയുന്നത് അവർക്കറിയില്ല, അത് അവർക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ റസൂലിന്റെ നല്ല സ്വഭാവത്തെയാണ് അവരവിടെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ ക്ഷമയും മാപ്പും നീതിയും അതുപോലെ വിനയവും എന്നിങ്ങനെ തുടങ്ങി ധാരാളം സ്വഭാവങ്ങൾക്കുടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രബോധനവും നമ്മുടെ സ്വഭാവവും അത് രണ്ടും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. നമ്മൾ ക്ഷണിക്കുന്ന കാര്യം അത് എത്ര തന്നെ സത്യമാണെങ്കിലും നമ്മുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ ആളുകൾ അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ 1000 പ്രസംഗങ്ങളെക്കാൾ 1000 ഉപദേശങ്ങളെക്കാൾ ചിലപ്പോൾ ഫലപ്രദമാവുക ഒരു വ്യക്തിയുടെ നല്ല പെരുമാറ്റമായിരിക്കാം, അയാളുടെ നല്ല ഇടപെടലുകൾ, നല്ല മര്യാദകൾ. അതുകൊണ്ട് നാം ഓരോരുത്തരും സ്വയം വിലയിരുത്തുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടുകൊണ്ട് തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും സ്വഭാവം കാരണമായി, അതല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം കണ്ട്, നമ്മുടെ പെരുമാറ്റം കണ്ട് ആളുകൾ ദീനിലേക്ക് കടന്നു വരുമോ? അതല്ലെങ്കിൽ ഈ ദീനിനെ കുറിച്ച് അവർ നല്ലത് കരുതുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. എന്നാൽ ഇന്ന് ആളുകൾ അങ്ങനെയല്ല. ആളുകളെ എത്രത്തോളം അകറ്റാൻ കഴിയുമോ എന്നതിനുള്ള വഴിയാണ് പലരും അതിനുള്ള ഗവേഷണത്തിലാണ്. ജനങ്ങളോടുള്ള റഹ്മത്ത്, അതുപോലെ തന്നെ അവരോട് കാണിക്കേണ്ട അവധാനത, ഇതൊന്നും ഇന്ന് ജനങ്ങൾക്ക് തീരെയില്ല. പ്രത്യേകിച്ച് ആളുകൾ ഇൽമിൽ നിന്നും ദീനിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളോട് അങ്ങേയറ്റം റഹ്മത്ത് ഉണ്ടായിരിക്കണം. അവരെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ ധാരാളം ക്ഷമ അത്യാവശ്യമാണ്. ഇതൊന്നും കാണിക്കാതെ അത്തരത്തിലുള്ള ആളുകളോട് ഇത്തരത്തിലൊന്നും പെരുമാറാതിരുന്നാൽ അവർ ദീനിലേക്ക് കടന്നു വരികയില്ല എന്നുള്ളതാണ്. ഒരിക്കൽ മുആവിയത്ത് ബിൻ ഹകം അസ്സുലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു സംഭവം കാണാം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ആ നിസ്കാരത്തിനിടയിൽ ഒരു വ്യക്തി നമസ്കാരത്തിൽ തുമ്മുകയുണ്ടായി. അങ്ങനെ നമസ്കാരത്തിൽ തുമ്മിയ സന്ദർഭത്തിൽ ആ വ്യക്തി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട അടുത്തിരിക്കുന്ന മറ്റൊരാൾ യർഹമുക്കല്ലാ എന്ന് അദ്ദേഹം നിസ്കാരത്തിൽ അതിന് മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് ആ സന്ദർഭത്തിൽ ഇദ്ദേഹം ഇങ്ങനെ നിസ്കാരത്തിൽ സംസാരിച്ചത് കേട്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കണ്ണു തുറിച്ച് നോക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, മാ ശഅനുക്കും തൻദുറൂന ഇലയ്യ, നിങ്ങൾ എന്തിനാണ് എന്നിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? എന്താണ് നിങ്ങളുടെ കാര്യം? അയാൾ വീണ്ടും നിസ്കാരത്തിൽ സംസാരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ജനങ്ങളൊക്കെ അവരുടെ കൈ കൊണ്ട് തുടയിൽ ഇങ്ങനെ അടിച്ചു മിണ്ടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം
മിണ്ടാതിരുന്നു. അങ്ങനെ അതാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻ. ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ആ റസൂലിനെ പോലെ ഒരു അധ്യാപകനെ കണ്ടിട്ടില്ല. അതിനു മുൻപും കണ്ടിട്ടില്ല, അതിനു ശേഷവും കണ്ടിട്ടില്ല. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ കഹറനി വലാ ദറബനി വലാ ശതമനി. റസൂലുള്ളാഹി എന്നെ ആക്ഷേപിച്ചില്ല, എന്നോട് ചീത്ത പറഞ്ഞില്ല, എന്നെ അടിച്ചില്ല, ഉപദ്രവിച്ചില്ല. മറിച്ച് റസൂലുള്ളാഹി എന്ത് പറഞ്ഞു? ഇന്ന ഹാദിഹി സ്വലാത ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്. ഇത് നിസ്കാരമാണ്. നിസ്കാരത്തിൽ അതിൽ ജനങ്ങളോടുള്ള സംസാരം അത് പറ്റുകയില്ല. മറിച്ച് ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ. നിസ്കാരം എന്ന് പറയുന്നത് അത് തസ്ബീഹും തക്ബീറും അതുപോലെ ഖുർആൻ പാരായണവുമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചു വരുത്തി മാന്യമായ രീതിയിൽ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. ആ റസൂലിന്റെ സ്വഭാവത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് നമുക്ക് റഹ്മത്തുണ്ടായിരിക്കണം. അതല്ലാതെ അവരോട് മുഖം ചുളിക്കുവാനോ അവരെ ദീനിൽ നിന്ന് അകറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും സംസാരങ്ങളും ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്വഭാവം, ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം മുറുകെ പിടിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് നാം സൂചിപ്പിച്ചു വന്നത്. ആ സൽസ്വഭാവം മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ധാരാളം നന്മകൾ, അവർക്ക് ധാരാളം പ്രതിഫലങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, മാ മിൻ ശൈഇൻ അഫ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഖുലുഖിൻ ഹസൻ. ഖിയാമത്ത് നാളിൽ മുഅ്മിനായ ഒരു വ്യക്തിയുടെ തുലാസിൽ, അവന്റെ നന്മയുടെ തുലാസിൽ സൽക്കർമ്മങ്ങളെക്കാൾ കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. സർവ്വ നന്മകളുടെയും എല്ലാ നന്മകളുടെയും താക്കോലാണ് സ്വഭാവം എന്ന് പറയുന്നത്. നമ്മുടെ മറ്റുള്ളവരോടുള്ള ഇടപാടുകൾ, പെരുമാറ്റങ്ങൾ അത് നമ്മൾ നന്നാക്കി തീർക്കേണ്ടതുണ്ട്. അത് മുഖേന നമുക്ക് ലഭിക്കുന്നത് ധാരാളം പ്രതിഫലങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വ ഇന്ന സാഹിബ ഹുസ്നിൽ ഖുലുഖി ലയബ്ലുഗു ബിഹി ദറജത സാഹിബി സ്സൗമി വസ്സലാ. പകലിൽ ധാരാളമായി ഐച്ഛികമായ നോമ്പനുഷ്ഠിക്കുന്ന, രാത്രി ഐച്ഛികമായി നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ഒരാളുടെ പദവിയിലേക്ക് ഒരാൾക്ക് സൽസ്വഭാവം കൊണ്ട് എത്തിച്ചേരാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അതുപോലെ തന്നെ ഈമാനിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. മുഅ്മിനീങ്ങളിൽ ഈമാൻ പരിപൂർണമായവർ, ആ ഈമാൻ ഏറ്റവും പരിപൂർണമായ ആളുകൾ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, സൽ സ്വഭാവത്തിന്റെ ഉടമകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആ സൽ സ്വഭാവത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു ഉറപ്പുണ്ട്. അവിടുന്ന് പറഞ്ഞു, അന സഈമുൻ ബിബൈതിൻ ഫീ അഅലൽ ജന്നതി ലിമൻ ഹസന ഖുൽഖുഹു. തന്റെ സ്വഭാവത്തെ നന്നാക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിന്റെ ഉന്നതികളിൽ അവർക്കൊരു വീടുണ്ടെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ ഉറപ്പ് നൽകുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ, അഫ്ദലുൽ ബശർ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനെ കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാം, ഇന്ന മിൻ ഖിയാരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖ. നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ മഹബ്ബത്ത് നേടിയെടുക്കാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞതായി കാണാം, വ അഹ്സിനു, നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ, സുഹൃതം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, സബറുള്ള ആളുകൾ, ക്ഷമ കൈക്കൊള്ളുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിയോടുകൂടി വർത്തിക്കുന്ന ആളുകൾ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ധാരാളം സൽസ്വഭാവങ്ങളുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹബ്ബത്തിനെ ചേർത്ത് പറഞ്ഞതായി കാണാം. അപ്പോൾ അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാനുള്ള മാർഗമാണ് ഒരാൾ സൽസ്വഭാവം മുറുകെ പിടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, നാളെ ഖിയാമത്ത് നാളിൽ റസൂലിനോട് ഏറ്റവും അടുത്തവർ അവരാരാണ്? റസൂലുള്ളാഹി പറയുന്നു, ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, വ അഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ അവരാരാണ്? അഹാസിനകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ സ്വഭാവമുള്ള, ഏറ്റവും മനോഹരമായ
സ്വഭാവത്തിന്റെ ഉടമകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുകയാണ്, ജനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടാനുള്ള, അവരെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച കാര്യം എന്താണ്? റസൂലുള്ളാഹി പറയുന്നു, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്. ഒന്നാമത്തേത് തഖ്വയാണ്, രണ്ടാമത്തേത് സൽസ്വഭാവമാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, തഖ്വ എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിക്കും അവന്റെ റബ്ബിനും ഇടയിലുള്ള കാര്യമാണ്. അതവൻ നന്നാക്കിയാൽ അവൻ സ്വർഗത്തിലേക്ക് പോകും. അതാണ് ജനങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ഒന്നാമത്തെ കാര്യം. ഹുസ്നുൽ ഖുലുഖ് അത് ഒരു വ്യക്തിയുടെയും അതുപോലെ അവന്റെ കൂടെ വസിക്കുന്ന ആളുകൾ ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകളാണ്. അതവൻ നന്നാക്കിയാൽ അതിന്റെ പേരിലും അവൻ സ്വർഗത്തിൽ പോകും. ഈ രണ്ട് സ്വഭാവ ഗുണങ്ങളാണ് ജനങ്ങളെ അധികമായി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്യം അതത്ര സത്യമാണ്. അദ്ദേഹം പറയുന്നു, അദ്ദീനു കുല്ലുഹു ഖുലുഖ്. ദീൻ അത് മുഴുവൻ സ്വഭാവമാണ്, സൽസ്വഭാവമാണ്. ഫമൻ ഫാഖക ഫിൽ ഖുലുഖി ഫാഖക ഫിദ്ദീൻ. അതുകൊണ്ട് സ്വഭാവത്തിൽ നിന്നെക്കാൾ മുൻകടന്നവൻ അവൻ ദീനിലും നിന്നെക്കാൾ മെച്ചപ്പെട്ടവനായിരിക്കും എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായിരിക്കണം. അതുകൊണ്ട് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരുക, ആ നല്ല സ്വഭാവം അത് ആർജിച്ചെടുക്കുവാൻ, അത് പഠിച്ചെടുക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.